വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ സന്ദേശമാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ഗിദെയോനെ അറിയാം. മറഞ്ഞു നിന്ന് മുന്തിരിച്ചക്കിനെതിരെ വന്ന് യവം കൊയ്യുന്ന ഒരാളെ അറിയാം. പക്ഷെ ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നത് ബലാൽക്കാരി, മൈറ്റി വാറിയർ ഓഫ് ഗോഡ്, ശക്തനായ ഒരു പുരുഷനെന്നാണ് ദൈവം വിളിക്കുന്നത്. കാരണം അവൻ എടുത്തൊരു തീരുമാനമാണ്, എൻ്റെ നന്മകൾ ഞാൻ ഇനിയും കൊടുക്കത്തില്ല. ഇനി മറഞ്ഞിരുന്നേലും ഇനിയും മിദ്യാന്യന് എൻ്റെ വിളവ് കൊടുക്കത്തില്ല. 1999 കർത്താവിനെ അറിഞ്ഞ ഘട്ടത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. അനാവശ്യമായിട്ട് എൻ്റെ ദൈവം അറിയാതെ മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ വരുന്ന ശത്രുവിന് ഒരിക്കലും എൻ്റെ നന്മ കൊടുക്കത്തില്ല. നിങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ എൻ്റെ ആരോഗ്യമായിക്കോട്ടെ, എൻ്റെ നന്മകളായിട്ടോ ശത്രുവിന് കൊടുക്കത്തില്ല. അപ്പോൾ ദൈവം അത് മുൻകൂട്ടി അവൻ്റെ ഹൃദയം കണ്ടുകൊണ്ടാണ് ദൈവം അവനെ ബലാൽക്കാരി എന്ന് വിളിക്കുന്നത്. ഒരിക്കലും ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അനുവാദമില്ല, നിങ്ങളുടെ ഭൂമിയിൽ ഒരാളൊരു തെങ്ങിൻ്റെ തൈ വെക്കാൻ വന്നാൽ നിങ്ങൾ അനുവദിക്കൂ? ഒരു വേസ്റ്റ് നിങ്ങളുടെ ശരീരത്തിലിടാൻ നിങ്ങൾ അനുവദിക്കൂ? പിശാചിടുന്ന അവൻ്റെ പ്രൊഡക്റ്റാണ് രോഗങ്ങളെ, തകർച്ചകളെ, പരാജയങ്ങളെല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടും എല്ലാം വരാം. പക്ഷെ നിങ്ങൾ റെസിസ്റ്റ് ദ ഡെവിൾ എന്ന് പറയുന്നതിനകത്തുള്ള അർത്ഥം, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, ഹി വിൽ ഫ്രീ ഫ്രം യു. ആ എതിർക്കുന്ന മനോഭാവം വേണം. ഒരു കൊതുക് നമ്മളെ കടിച്ചാൽ എങ്ങനെ ആയിരിക്കും നമ്മുടെ മനോഭാവം? അതുപോലെ വേണം. പ്രാണത്യാഗത്തോളം, പാപത്തോടും രോഗത്തോടും ശാപത്തോടും പിശാചിടുന്ന എല്ലാത്തിനോടും എതിർത്ത് നിൽക്കാനുള്ള മനോഭാവം അതുണ്ടെങ്കിൽ എന്നറിയോ, ദൈവത്തിന് അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ്. കാരണം എല്ലാം ദൈവം തന്നതാ. കർത്താവേ എന്ന് പറഞ്ഞിരിക്കുന്നവരെയല്ല. ചിലത് പിശാചി എന്നുള്ളതാണോ ദൈവത്തെ എന്നുള്ളതാണോ? ശൂലം ദൈവം കൊടുത്തായിരുന്നു, പക്ഷെ അതിനപ്പുറം ദൈവം ഒരു കൃപ പൗലോസിന് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഈ സന്ദേശം, എനിക്ക് ചെറിയ സന്ദേശം ഞങ്ങൾ പറയുവാണ്. ജീവിത വിജയത്തിന് ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ, ഈ പുതുവർഷം തുടങ്ങിയല്ലോ, നല്ല തീരുമാനം എടുത്തോണം. ഇതുവരെ എൻ്റെ നന്മകൾ ശത്രു മോഷ്ടിച്ചു, കൊടുക്കത്തില്ല ഇനി എൻ്റെ നന്മ കൊടുക്കത്തില്ല. വചനം എന്നോട് പറഞ്ഞിരിക്കുന്നു, ദൈവം എന്നോട് കൂടെയുണ്ട്, ശക്തനായവനോട് കൂടെയുണ്ട്, കരം പിടിച്ച് നടന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. ഈ വിശ്വാസത്തോടെ നിങ്ങൾ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഒന്നും നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. ഏത് സാഹചര്യങ്ങളിലും ശത്രുവിൻ്റെ ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ആത്മാവിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കട്ടെ. ആമേൻ.